വ്യവസായ കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന 2 ദിവസമാണ് കൊച്ചിയിൽ ഗ്രാൻഡ് ഹയാത്ത് ലുലു ബോൾഗാട്ടെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നത്. കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് 2025 ഫെബ്രുവരി 21 തുടക്കം കുറിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ പങ്കെടുക്കുന്നു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം നിർവഹിച്ചു. 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേരളമാകെ ഉറ്റുനോക്കുന്ന ഈ ഉച്ചകോടിയിൽ കേരളത്തിലേക്ക് വലിയ നിക്ഷേപം കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരളം വെച്ച് പുലർത്തുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു. വിവിധ മേഖലകളിൽ നിന്നായി വലിയ നിക്ഷേപം എത്തിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നു. വിഴിഞ്ഞം പദ്ധതിയും അനുബന്ധ ലോജിസ്റ്റിക്സ് അടക്കമുള്ളവയിലേക്ക് വലിയ നിക്ഷേപം എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തിനുള്ളത്. ലോകം മുഴുവൻ ഇങ്ങോട്ടേക്ക് ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് ഈ ഉച്ചകോടിയുടെ പ്രത്യേകതയും വിജയവും. മുൻകാല ഉച്ചകോടിയിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിയമം ഒരു കുരുക്കായി നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഇളവുകൾ പ്രകാരം വരുന്ന വ്യവസായങ്ങളെല്ലാം തന്നെ തഴച്ചു വളരും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. നമ്മുടെ സംസ്ഥാനത്തെ വലിയ ഒരു വ്യവസായ മേഖലയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഈ ഉച്ചകോടി. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഈ ഉച്ചകോടിയിൽ സന്നിഹിതരാണ്. അൽബേനിയ, ഓസ്ട്രേലിയ, ബഹ്റിൻ, ബംഗ്ലാദേശ്, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, മലേഷ്യ, മാലിദ്വീപ്, മൊറോക്കോ, നെതർലൻഡ് തുടങ്ങിയ 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നു എന്നുള്ളത് ഈ ഉച്ചകോടിയുടെ ഒരു വിശേഷണമാണ്. കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പിന് ആഗോള നിക്ഷേപകരുടെയും വ്യവസായികളുടെയും പിന്തുണയും നിക്ഷേപവും ലക്ഷ്യമിടുന്നു. വിവിധ മേഖലകളിലെ സാധ്യതകൾ അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ബിസിനസ് അവസരങ്ങൾക്കൊപ്പം കേരളത്തിന് മുന്നേറാനുള്ള സാധ്യതകളെ വിവിധ മേഖലകളിൽ നിന്നുള്ള അവർക്ക് അടുത്തറിയാൻ അവസരമൊരുക്കുന്നതാണ് ഈ ഉച്ചകോടി. സുസ്ഥിര സാങ്കേതിക വിദ്യകൾ, ആരോഗ്യ മേഖലയിലെ നവീകരണം, തന്ത്രപ്രധാന വ്യവസായങ്ങൾ തുടങ്ങിയവ ഉച്ചകോടിയിൽ ചർച്ച ചെയ്തു. ടൂറിസം, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ ഉച്ചകോടി ശ്രദ്ധിക്കപ്പെട്ടു. കപ്പൽ നിർമ്മാണം, പ്രാദേശിക തൊഴിൽ അവസരങ്ങളും നൈപുണ്യവും വർദ്ധിപ്പിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, ചെറിയ ബോട്ടുകളുടെയും ഇലക്ട്രിക് കപ്പലുകളുടെയും നിർമ്മാണം തുടങ്ങിയ സാധ്യതകളും വിഷയമാക്കി. പുതിയ വ്യവസായ നയത്തിലെ സുപ്രധാന മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഈ ഉച്ചകോടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പിനു വേണ്ടി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഈ ദ്വിദിന ഉച്ചകോടി സംഘടിപ്പിച്ചത്. 2500-ലധികം പ്രതിനിധികൾ ഉൾപ്പെടെ ആഗോള വ്യവസായ പ്രമുഖരും നിക്ഷേപകരും ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തു.